നമസ്കാരം, ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. അനിത 2 കുട്ടികളെ പിരിഞ്ഞ് വിദേശത്തേക്ക് പോകേണ്ടി വന്നു. അവൾക്ക് ഭർത്താവിന്റെ ഗൃഹത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാതെ കഷ്ടം അനുഭവിച്ചവൾ. ശരീരത്തിനു വേണ്ടി ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെ തനിക്ക് വേണ്ടെന്ന് കൃത്യമായി പറയുന്നവൾ. നമുക്ക് കേൾക്കാം അനിതയുടെ കഥ. അനിത ഗൾഫ് റിട്ടേൺ ആണല്ലേ? എത്ര കാലം ഗൾഫിലുണ്ടായിരുന്നു? 4 വർഷം പൂർത്തിയാക്കിയില്ല. ഇനിയും പോകുന്നുണ്ടോ? ഇപ്പം ഇവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കണമെന്നുള്ള താല്പര്യത്തിലാണ്. ശരി. അവിടെ വലിയ പാടല്ലേ ജോലി? ഒരുപാട് കഷ്ടമല്ലേ? അവിടെ ആദ്യം ഹസ്ബൻഡായിട്ടാണ് പോയത്. ഹസ്ബൻഡായിട്ട് പോയി. അല്ല, ഹൗസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടമുള്ളൊരു ജോലിയല്ലേ? അവിടുത്തെ അവരുടെ ഒമാനികളുടെ വീട്ടിൽ കഷ്ടപ്പാടാണ്, ഒത്തിരിയും കഷ്ടപ്പെടണം. എല്ലാ ജോലിയും ചെയ്യണം. 10 മക്കളുണ്ട്, 10 മക്കളെ നോക്കണം, വീട്ടില് ജോലി ചെയ്യണം, അവരുടെ തുണിയൊക്കെ മെഷീനിട്ട് അലക്കി ഉണക്കി, കുഞ്ഞുങ്ങളെ നോക്കണം, ആഹാരം വെക്കണം, കാർ എത്ര ഉണ്ട് കാർ കഴുകണം, കാറും കഴുകണം. അയ്യോ. പിന്നെ വൈകിട്ട് കുഞ്ഞുങ്ങളെ നടത്താൻ കൊണ്ടുപോകണം. പിന്നെ മുഴുവനും നോക്കണം. പിന്നെ അവര് പുറത്ത് കുഞ്ഞുങ്ങളെ നോക്കില്ല, നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് അവര് പുറത്ത് പോകുന്നത്. കുഞ്ഞുങ്ങളെ പിന്നെ അവര് വരുന്നിടം വരെ നോക്കണം. പകല് കിടന്ന് ഉറങ്ങും, രാത്രിയിലാണ് അവരെല്ലാം പുറത്ത് പോകുന്നത്. പിന്നെ നമുക്ക് പകലും ഉറങ്ങാൻ പറ്റില്ല, രാത്രിയിലും ഉറങ്ങാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെ നോക്കണം. ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടമാണെന്നുള്ള കാര്യം. കഷ്ടമാണ്. അയ്യോ, എന്തിനാ നിങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ ഇവിടെ വിട്ടിട്ട് അവിടെ പോയി ഇത്രയും കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താ? ഇവിടെ കൂലിപ്പണി ചെയ്തിട്ട് അവിടെ വന്ന് അവരെ അടിക്കാൻ വരുവാണ്. ഞാൻ ഇവിടെ നെയ്ക്കാട് പണി, പാറപ്പണി, സിമെന്റ് ചുമ്മല്, പിന്നെ കണ്ടത്തിലെ പണിക്ക്, പിന്നെ വാഴപ്പണി, കട്ടച്ചൂളല്, പിന്നെ അണ്ടി ആഫീസില്, പിന്നെ അല്ലാത്ത കുടിപ്പണികളെല്ലാം ചെയ്ത് എല്ലായിടത്തും വന്ന് നാണം കെടുത്തു. ഭർത്താവ് കാശുണ്ടായിക്കൊണ്ട് തരില്ലേ? തരില്ല. എന്തെയും ഭർത്താവ് പിന്നെ എന്തെയും? ഞാൻ കല്യാണം കഴിഞ്ഞ് മേഡം 1 വർഷം അച്ഛനാണ് വീട് നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛനെന്ന് പറഞ്ഞാൽ അയ്യത്ത് കണ്ടത്തിൽ കൃഷിയുണ്ട്. പക്ഷേ അന്ന് ഞാൻ 19 വയസ്സ് കല്യാണം കഴിച്ചു വിട്ടു. അപ്പോൾ അന്നേരം ഞങ്ങളൊക്കെ വലിയ ആൾക്കാരുമായിട്ടൊന്നും വലിയ ഇടപാടൊന്നുമില്ല. ഇതിൽ മലപ്രദേശമായതുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, അച്ഛനെ കൊണ്ടുവന്ന് എല്ലാ സാധനം കൊണ്ടുതരുന്നു, ആഹാരം വെക്കുന്നു, കഴിക്കുന്നു, ഇങ്ങനെയുള്ള ചിട്ടകളായിരുന്നു വീട്ടിൽ. പത്താണ്ട് നമ്മൾ പൈസ ചോദിക്കത്തില്ല. നമുക്ക് അറിഞ്ഞുകൂടാ, അന്നത്തെ സമയത്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ പൈസയ്ക്ക് ആവശ്യം വന്നു, കുഞ്ഞിനുള്ള ആവശ്യങ്ങൾ, പിന്നെ എനിക്കുള്ള ആവശ്യങ്ങൾ. ഈ 10-14 വർഷമാണ് കല്യാണം കഴിഞ്ഞിട്ട്. ഒരു സാരി എനിക്ക് വാങ്ങിച്ചു തന്നതിൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു സാരി. അതിനുള്ള അതുവരെയുള്ള വേറെ വസ്ത്രമുള്ള കാര്യം മേടിച്ചു തരും. ഒന്ന് ചേട്ടത്തിയുടെ എടുക്കും, അനിയത്തിയുടെ വീട്ടിൽ എൻ്റെ അനിയത്തിയുടെ എനിക്ക് കൊണ്ടുതരും. പിന്നെ വീട്ടിൽ പോവാണെങ്കിൽ അച്ഛനും അമ്മ എനിക്ക് തുണികളൊക്കെ വാങ്ങിച്ചു തരും. രാധാകൃഷ്ണൻ ഒരേ ഒരു സാരി മേടിച്ചു തന്നിട്ടുണ്ട്. ഒരു സാരി ആണോ രാധാകൃഷ്ണൻ? എത്ര സാരി മേടിച്ചു കൊടുത്തിട്ടുണ്ട്? ഞാൻ ഇവർക്ക് തുണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. എത്ര എണ്ണം മേടിച്ചു കൊടുത്തിരുന്നെങ്കിലും ഓർമ്മ? പോകുന്നിടം വരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ ഒക്കെ മേടിച്ചു കൊടുക്കും? ഇല്ല മേഡം, ഒറ്റൊരു സാരി ഇപ്പോഴും അതെന്റെ കയ്യിലുണ്ട്. ഒറ്റൊരു സാരി വാങ്ങിച്ചു തന്നത്. ജോലിക്ക് പോകത്തില്ലേ? ജോലിക്ക് പോകും. ജോലിക്ക് പോയാൽ പൈസ ഇല്ല. എത്ര രൂപ കിട്ടും ഒരു ദിവസം ജോലിക്ക് പോയാൽ? അന്നത്തെ സമയത്ത് ഇവർക്കൊക്കെ 300 രൂപയായിരുന്നു ശമ്പളം. അപ്പൊ എത്ര രൂപ വീട്ടിൽ തരും? വീട്ടിൽ അമ്മയുടെ കയ്യിൽ കൊടുക്കും, സാധനം വാങ്ങിക്കാൻ കൊടുക്കും. ചിലപ്പം കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 50 രൂപയോ അതിൽ കൂടുതൽ എനിക്ക് തരത്തില്ല. പിന്നെ ഞാൻ പൈസയ്ക്ക് ഷാപ്പ് പടിക്ക് പോയി നിൽക്കും. ഷാപ്പ് പടിക്ക് പോയി നിന്നിട്ടാണ് പൈസ മേടിക്കുന്നത്. കള്ള് ഷാപ്പിൽ? ഓ, അവിടെ പോയി നിന്ന് അങ്ങേര് കുടിക്കാൻ പോവോ? അവിടെ പോയി നിന്ന് കാശ് മേടിക്കും? തരത്തില്ല. എന്നാലും അവിടെ ഇട്ട് വഴക്കുണ്ടാക്കും, അന്നേരം തരത്തില്ല. അന്നേരം വീട്ടിൽ വന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാവും. പിന്നെ സൂര്യ ബാറിന്റെ അവിടെ കോന്നി അവിടെ കമ്പനി അവിടെ പോകും ഞാൻ പൈസ അതെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് വീട്ടിൽ സാധനമൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ആഴ്ച പൈസ കൊടുക്കണം. പൈസ അന്നേരം ഞാൻ ജോലിക്ക് പോകാതിരുന്ന പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഇതെല്ലാ ജോലിയും ചെയ്ത് അവിടെ എല്ലാം വന്ന് എന്നെ നാറ്റിക്കുകയാണ്.
എന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് അവരെ അടിക്കാൻ ചെല്ലുമെന്ന് അവരെ കൂടാന്ന് പറഞ്ഞ് അവരെ അടിക്കാൻ ചെല്ലും. എന്ത് പറഞ്ഞിട്ട് അടിക്കുന്നത്? അവരോട് പറയും ഇവർക്ക് ജോലി കൊടുത്താൽ നിങ്ങൾ എന്നിട്ട് അടിക്കാനൊക്കെ ആൾക്കാരെ വിട്ടു. അപ്പോൾ അവർ വന്ന് എന്നോട് പറയാതെ ഞാൻ ജോലിക്കാന്നും പറഞ്ഞു, നീ ഇവിടെ ജോലിക്ക് വരണ്ട, ജോലിക്ക് പിന്നെ നിന്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല നീ ഇവിടെ ജോലിക്ക് വരുന്നത്, അതുകൊണ്ട് നീ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛനെയും കൂട്ടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. സിമെന്റ് ചുമ്മാനും മേക്കാട് പണിക്കും പാറ ചുമ്മാനും. അപ്പോൾ അച്ഛനും വരും. അപ്പം പിന്നെ അവിടെ നാട്ടുകാരോട് പറഞ്ഞു അച്ഛൻ കൊണ്ട് വിൽക്കാൻ നടക്കുകയാണെന്ന്. പക്ഷേ ഞാൻ ഈ ആളുകൊണ്ട് കൂട്ടിയിരിക്കുന്ന വിചാരിക്കുന്നില്ല. ഇതുവരെ അച്ഛനെ കുറിച്ച് പറയാനില്ല കേട്ടോ. ഇവിടെ ഇതുപോലെ ഇതെല്ലായിടത്തും പറയുന്നത്. എത്ര പ്രാവശ്യം ഇവിടെ നീ ആശയ വന്നിട്ടുണ്ട്? എത്ര പ്രാവശ്യം വന്നിരുന്നു? എത്ര പ്രാവശ്യം ജനം കണ്ടോണ്ടിരിക്കുന്നത് തന്നെ. എത്ര പ്രാവശ്യം പറയട്ടെ നീ എന്റെ കൂടെ വന്നിട്ടുണ്ട് ഷാപ്പ് പഠിക്ക്? നീ 2 കുഞ്ഞുങ്ങളെ പോകരുത്. ഈ കള്ളത്തരം പറയായിരുന്നു. കള്ളത്തരം പറയത്തില്ല. പറഞ്ഞത് മൊത്തം കള്ളത്തരം. എനിക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമേ ഉള്ളൂ. കള്ളത്തരം പറഞ്ഞു പഠിക്കരുത്. നമുക്ക് നമ്മുടെ 2 കുഞ്ഞുങ്ങളെ ഭാഗം മാത്രം നോക്കിയാൽ മതി. നീ കള്ളത്തരം പറയരുത്. ഇപ്പോഴും തന്നെ എനിക്ക് വലിയ സ്നേഹമായിട്ടാ ഇരിക്കുവോ? ഞാനിപ്പോ എത്രയും വെറുത്തിട്ടും ശരി തന്നെ എനിക്ക് നിന്നോട് സ്നേഹമേ ഉള്ളൂ. ഈ കള്ളത്തരം പറയരുത്. നീ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്റെ പുറകെ? എത്ര പ്രാവശ്യം നീ പൈസക്ക് വന്നിട്ടുണ്ട്? നീ പറഞ്ഞില്ല ഞാൻ നിന്റെ പണിക്ക് വരുന്നതെന്നും ഞാൻ അമ്മമാരെ അടുത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മമാരുടെ അടുത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പണിക്ക് കൊണ്ടുപോകരുത് ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനോട് താല്പര്യം എനിക്കില്ല. ഒരു നിമിഷം നിൽക്ക്. നിന്നെ ഞാൻ ഒരുപാട് നിന്നോട് സ്നേഹമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും കള്ളത്തരം പറയരുത്. ഒരിക്കലും ഞാൻ കള്ളത്തരം എനിക്കെന്ത് കള്ളത്തരം എനിക്കെന്ത് സാധിക്കാനെ കൊണ്ടാ? ഞാൻ അനുഭവിച്ച കഥകളാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇത്രയും 10 വർഷം ആഹാരത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം 1 രൂപയ്ക്ക് വേണ്ടി എത്ര രൂപ എനിക്ക് എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ നീ എന്റെ കുഞ്ഞിനെ തന്നിട്ട് പോകും. നീ എന്റെ കുഞ്ഞിനെ തന്നിട്ട് എനിക്ക് എന്നെ വേണ്ട. എല്ലായിടത്തും പറഞ്ഞ അവനെ എനിക്ക് വേണ്ട ഒരു കിടക്കുന്നിടത്ത് വരെ വന്ന് പറഞ്ഞതാ. എനിക്ക് നിന്റെ കൂടെ കിടക്കുന്ന രാധേഷ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നിന്റെ കൂടെ കിടക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഇപ്പോൾ ഇറങ്ങി കൂടി. ആ വീട്ടുകാർ പോലും ചോദിച്ചിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് ഇപ്പോഴും മോള് അവിടെ വന്ന് നിൽക്കുന്നതെന്ന്. അതെന്താ കാരണം പറ. ഞാനിപ്പോ പറയരുത്. പിന്നെ പറയരുത് പറയുന്നത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴും ഞാൻ പറയാം. എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദൈവം തരുമ്പോ എനിക്ക് കൂലി തന്നോളും. ഞാൻ തെറ്റിയതിട്ടുണ്ടെങ്കിൽ ഞാൻ അധ്വാനിച്ചാണ് ഇതുവരെ. അല്ല ഞാൻ ഒരിക്കലും എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ നിന്റെ കഴുത്തെ താലി കെട്ടിട്ടുണ്ടെങ്കിൽ നീ എന്റെ 2 കുഞ്ഞുങ്ങളെ തള്ളയാ. നീ അങ്ങനെ പോകുന്നു ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇപ്പോഴും നിന്നെ സ്നേഹം ഉണ്ടായിട്ടാ. ഇപ്പം വേണമെങ്കിലും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകാനും കൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അറിയാമോ? ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റായിട്ട് ഇത്രയും നാൾ തൊട്ടും എല്ലായിടത്തും പരാതി കൊടുത്തിട്ടും വന്നിട്ടില്ല. ഞാൻ ലാസ്റ്റ് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അച്ചാച്ചൻ്റെ ഇഷ്ടം പോലെ അച്ചാച്ചൻ ചെയ്യും. അവൻ്റെ നിർബന്ധത്തിന് ഓരോ ദിവസം അവൻ കരയുന്നത് വിഷമിക്കുന്നത് കാണുന്നു. ഒരു അന്തിവിളക്ക് വെച്ചിട്ട് ആ കുഞ്ഞു കരയുന്ന ഓർത്ത ഒരു പെറ്റ തള്ളമായിരിക്കും. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു നിമിഷം മിണ്ടാതിരിക്കോ? സാധാരണ മിണ്ടാതിരിക്കോ? അതൊരു പ്രയാസമുണ്ട്. ആലോചിച്ചാനാ എന്റെ അമ്മയും കൊണ്ട് പോയി, എന്റെ അച്ഛനെയും കൊണ്ട് പോയി. ഞാൻ ഈ തിരുവനന്തപുരത്തായിരുന്നു മൊത്തം 2 വർഷം കൊണ്ട്. ഈ അമ്മയും കൊണ്ട് ഞാൻ മൊത്തത്തിൽ പോയി. ഇത് അമ്മയും കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞു. അച്ഛനെയും കൊണ്ട് 1 മാസം കഴിഞ്ഞു പിന്നെ പോവാ. ക്യാൻസർ സെന്ററിലായിരുന്നു മൊത്തം ഞാൻ ഇവിടെ. നിങ്ങൾ എന്തിനാ അവരോട് പറയാതെ നിങ്ങൾ ഗൾഫിലോട്ട് പോയത്? പറയാതല്ല മാഡം പോയി. ഞങ്ങൾ 2 പേരുടെ തീരുമാനിച്ച് കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി സ്കൂളിൽ കൊണ്ട് ചേർത്തു. മൂത്തനെ കൊണ്ട് ചേർത്ത്. കൊച്ചത് അവിടെ അംഗൻവാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വിസ കിട്ടാറായ സമയത്ത് ഞാൻ പറഞ്ഞു അന്നാ വിസ കിട്ടാറായി, ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ? നിങ്ങൾ ജോലി ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള ചിലവിനുള്ള പൈസ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിനുള്ള പൈസ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന പൈസ വീടെല്ലാം ശരിയാക്കി കക്കൂസും എല്ലാം ശരിയാക്കി കഴിയുമ്പോൾ ഞാൻ എനിക്ക് വരാമെന്ന് പറഞ്ഞു. എല്ലാം സമ്മതിച്ച് എല്ലാം ഓക്കെ ആക്കി വെച്ച് കഴിഞ്ഞ ശേഷമാണ് വിസ കൈ കിട്ടാറായി. അപ്പം ആൾക്കാരുടെ പറഞ്ഞു കൊടുത്തു, നീ ഗൾഫിന് പോയി കഴിഞ്ഞാൽ കൊണ്ട് നിന്നെ വിട്ടിട്ടങ്ങ് പോവും, വേറെ ആൾക്കാരുടെ കൂടെ പോവും, അതുകൊണ്ട് അവളെ വിടല്ലേ. അപ്പോൾ അന്നേരം മുതലും ഊതി കയറി. പിന്നെ എല്ലാ വെപ്രാളം അങ്ങനെ
അതിന് കക്കുസി പറഞ്ഞൊരു കക്കസ് പോലും ഇല്ലായിരുന്നു മേഡം എൻ്റെ വീട്ടിൽ. എന്നുവെച്ചാൽ തേക്കല പറിച്ചോണ്ട് വന്ന് അതിൽ അപ്പിയിട്ട് കൊണ്ട് കുഴിച്ചിടുമായിരുന്നു എൻ്റെ വീട്ടിൽ. മൂത്രം ഒഴിക്കണമെങ്കിൽ ചരുവ എടുത്തോണ്ട് വന്ന് പെരക്കകത്ത് കയറി വെച്ച് മൂത്രം ഒഴിച്ചിട്ട് വേണം കൊണ്ട് കളയാൻ വെളിയിൽ. അത്രയ്ക്ക് ഗതി കെട്ടു. ഭർത്താവിനോട് പറഞ്ഞു ഇനി മറ കെട്ടിത്തന്നില്ല. എൻ്റെ മൂത്ത മോന് ഞാനും കൂടെ ഒരു സാരി മറച്ച് വെച്ച ശേഷമാണ് അതിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നത്, കക്കുച്ചി പോകുന്നത്. ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ജോലി ചെയ്യാൻ എങ്ങും പറ്റാതെ വന്ന അവസ്ഥയപ്പോഴാണ് എൻ്റെ അനിയത്തിയോട് പറഞ്ഞു നീ ഗൾഫിൽ കയറി വന്നിട്ട് ഗൾഫിൽ കൊണ്ടുപോകാൻ. അല്ലാതെ എനിക്ക് അഹങ്കാരത്തിനോ അല്ലെ എൻ്റെ തന്നിഷ്ടത്തിനോ ഒന്നിനുമല്ല. ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പൈസ അതാന്ന് ചോദിക്കുന്നത്. ജോലി ചെയ്ത എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് ജോലി ചെയ്ത പൈസ അമ്മയുടെ കൊണ്ട് കൊടുക്കുന്ന ശീലമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത് ചോദിച്ചു തരില്ല. എൻ്റെ ഏക ആശ്രയം എൻ്റെ അമ്മായിപ്പനായിരുന്നു. എൻ്റെ അച്ഛൻ പോയതിനുകൂടി എൻ്റെ അടിയും പറഞ്ഞു പോയി. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ആശുപത്രി കൊണ്ടുപോയില്ല. വീട്ടിൽ വിളിച്ച് അച്ഛനോട് പറഞ്ഞാണ് അച്ഛനും അമ്മയും വന്ന് കൊണ്ടുപോയില്ല. എൻ്റെ അനിയത്തി വന്ന് കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞത്. എന്നിട്ട് പിന്നെയും ഞാൻ തെറ്റുകാരിയാണെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ജോലി ഇയാളോട് കല്യാണം കഴിച്ച് വിട്ട് അന്ന് തുടങ്ങിയാണ് ഈ ജോലിയെല്ലാം ഞാൻ ചെയ്തു തുടങ്ങിയത്. അല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അച്ഛനും എൻ്റെ അമ്മയും ഞങ്ങളെ ജോലിക്ക് പോലും വിട്ടിട്ടില്ല. അങ്ങനെയാണ് ഈ ജോലിയെല്ലാം പഠിച്ച് ഞാൻ ഇപ്പം എനിക്ക് ഗൾഫിൽ പോകണമെന്നൊന്നും ആഗ്രഹമില്ല. ഇവിടെ നിന്നാലും ഞാൻ ഏത് ജോലി ചെയ്താലും കുഞ്ഞുങ്ങളെ വളർത്താൻ തയ്യാറാണ്. പക്ഷേ ഒരിക്കലും ഇനി ഈ മനുഷ്യൻ്റെ കൂടെ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഹസ്ബൻഡാണ്. ശരീരം മാത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരിയാപ്പല പോലെ തന്നെ എടുത്തെറിയും. ഇവിടെ പൈസ മുഴുവനും ഇവർക്ക് വേണ്ടിയാണ് ചെലവാക്കിയത്. എൻ്റെ സ്വർണ്ണങ്ങളും എല്ലാം ഇവരുടെ കയ്യിലാണ് മൊത്തം ഉള്ളത്. അവിടെ വീടിൻ്റെ തേപ്പിന് ഞാൻ വന്നപ്പോൾ ഒരു കറണ്ട് ബില്ലൊക്കെ മാത്രമേ ഉള്ളായിരുന്നു ഈ വീട്ടിൽ. ഗ്യാസ് വാങ്ങിച്ചു, പാത്രങ്ങൾ വാങ്ങിച്ചു, 3 കട്ടിൽ വാങ്ങിച്ചു, പിന്നെ വയറിങ് ചെയ്തു. അടുപ്പ് പോലും വാങ്ങിക്കാൻ എൻ്റെ ഭർത്താവിൻ്റെ പൈസ ഇല്ല. അതുവരെ ഞാൻ ഗൾഫിൽ പോയിട്ട് വന്നാണ് ഈ കടങ്ങളെല്ലാം ഞാൻ വീട്ടിൽ കുറച്ച് ഇനി ഒറ്റ കടങ്ങളില്ല, എല്ലാ കടങ്ങളും ഞാൻ വീട്ടിൽ. അച്ഛൻ മരിച്ചു, ഒരു കർമ്മം ചെയ്യാൻ പോലും 2 മക്കളുടെ കയ്യിൽ പൈസ ഇല്ല. ഗൾഫിൽ കൊണ്ടുവന്ന കാശ് കൊണ്ടല്ലേ അതൊക്കെ വീട്ടിയത്? അല്ലേ? അല്ലല്ല ആണെന്ന് പറയുന്നത് ചെയ്തെന്ന് പറഞ്ഞാൽ കക്കൂസ് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ല, ഈ കടങ്ങളൊക്കെ വീട്ടിയത് പിന്നെ എങ്ങനെയാ? ഏത് കടമാന്ന് അവളെ പറയാം. വീട് വെച്ച കട ഏത് രീതിയിലുള്ള 5000 രൂപ ഉണ്ടായിരുന്നു. 5000 രൂപ 5000 രൂപ ഒരു വീട്ടിയോ? യൂരിയല്ലേ വീട്ടിയത്? പിന്നെ ബ്ലേഡുകാരെന്ന് എനിക്കറിയത്തില്ല അത് വീട്ടിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് അറിയില്ല എന്ന് പറയുന്നത് ഒരു വിധത്തിലും ആത്മാർത്ഥം ഇല്ലാതെ ആൾക്കാരെ ഇവള് പറയുമ്പോഴേ അറിയുന്നത്. എന്താ ഈ പറയുന്നേ രാധാകൃഷ്ണൻ? ഈ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അറിയില്ല. നിങ്ങൾ മേടിച്ച കട ഇവര് ഓരോന്ന് ചെയ്യുന്നത് എന്റെ അടുത്ത് പറയാതെ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അറിയില്ലേ? 5000 രൂപ അറിയത്തില്ല അതിനെപ്പറ്റി. ഒന്നും അറിയില്ല പറയരുത്, ഒരിക്കലും പറയരുത് അങ്ങനെ. ഇല്ല, ഈ അമ്മയ്ക്ക് അറിയാം. ചേട്ടന്റെ കയ്യിലാന്ന് കൊടുത്തേന്ന് പറഞ്ഞു. അപ്പുചേട്ടൻ്റെ കയ്യില്. എന്നാ അപ്പൊ എന്റെ അടുത്ത് പറയല്ലോ ചേട്ടൻ അപ്പുചേട്ടൻ കൊണ്ട് കൊടുത്ത കാര്യം അറിയത്തില്ല. എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്റെ 2 കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടല്ലോ വെച്ചാൽ ഞാൻ ഇത് ഇപ്പഴാ അറിയുന്നത്. ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും 25 കിട്ടിയ കാര്യം തിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ അറിയണ്ട. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഞാൻ. പിന്നെ അവസാനം എനിക്ക് എന്നെ കുറ്റം ഞാൻ തന്നെ. എല്ലാം കുറ്റക്കാരി. ഞാൻ അറിഞ്ഞിട്ട് ഈ പണം വാങ്ങിച്ചത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഈ പണം രാധാകൃഷ്ണൻ പറയുന്നത് എന്തിനാ ഭർത്താവെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഞങ്ങൾക്ക് തോന്നിയില്ല. ഇപ്പം നിങ്ങളെ അങ്ങനെ നിങ്ങളുടെ രൂപം നിങ്ങൾ കാണിക്കുകയാണ്, സ്വയരൂപം. ഒന്ന് മിണ്ടാതിരിക്കാമോ? പറ. അത് എൻ്റെ അച്ഛൻ ഞാൻ അവിടെ നിൽക്കുന്ന സമയം അച്ഛൻ്റെ എന്നോട് വിളിച്ച് ചോദിച്ചു എന്താ പൈസ വേണം ബാലബാബ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ പേര് കഴിച്ചു തരാം, അച്ഛൻ കൊണ്ട് തരുന്നു. അച്ഛൻ തന്നെയാണ് ചേട്ടൻ്റെ കൊണ്ട് കൊടുത്തതും. ഇപ്പം ഞാൻ
എൻ്റെ അച്ഛൻ. നിങ്ങളുടെ അച്ഛൻ. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ എഴുതി വായിക്കണം, അവസാനം പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ലെന്ന് പിന്നെ പറയല്ലെന്ന് പറഞ്ഞു. അപ്പം നിന്റെ ചേട്ടനല്ലയോ, ചേട്ടൻ അങ്ങനെ കള്ളം പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്നേരം വല്ല പിണക്കാണ്. കുഞ്ഞുങ്ങളെ കാണാൻ ചെല്ലാനോ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന സാധനം എല്ലാം അമ്മ എടുത്ത് കനാലിൽ എടുത്ത് എറിയുകയൊക്കെ ചെയ്തു. കൊണ്ട് തിന്നാൻ കൊടുത്ത സാധനം മൊത്തം എടുത്ത് പൈസയും എല്ലാം എടുത്ത് അവരും പൈസ കൊടുത്തപ്പോൾ അത് അമ്പലത്തിൽ ഇട്ടെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പറഞ്ഞു അമ്പലത്തിൽ ഇട്ട് കുഞ്ഞിന് ചിലവിനൊക്കെ കൊടുത്ത പൈസ. പിന്നെ കുഞ്ഞിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ അമ്മായിപ്പൻ്റെ കയ്യിലാണ് പൈസ കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു അച്ഛ അത് ഭർത്താവ് അറിഞ്ഞാതാ കൊടുത്തത്. ഭർത്താവ് പറഞ്ഞു അച്ഛ ഇത് അച്ഛൻ കൊടുത്ത പൈസയെ കുഞ്ഞിനെ ചേർക്കാനെന്നും പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇത് ഡൊണേഷൻ കൊടുക്കാനും കൊണ്ട് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാനാണ് എൻ്റെ അച്ഛൻ്റെ പൈസ കൊടുത്തിട്ട് പറഞ്ഞു കലഞ്ഞൂർ അച്ഛൻ്റെ കൊടുക്ക് പൈസ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് അവിടെ കൊണ്ട് ചേർത്തു എൻ്റെ പൈസയില്ല. പക്ഷേ അറിഞ്ഞിട്ടില്ല എൻ്റെ പൈസയാണെന്ന് അറിഞ്ഞിട്ടില്ല. അത് അമ്മായിപ്പം തന്നെ അവരച്ഛൻ തന്നെ കൊടുത്തയാണെന്നാണ് പറഞ്ഞ് ഇരിക്കുന്നത്. പിന്നെ ചിലവിന് ഞാൻ അയക്കും 3000 രൂപ വീതം 3000 രൂപ. അന്ന് എനിക്ക് 7000 രൂപയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. 3000 രൂപ വീതം അമ്മായിപ്പൻ്റെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ അച്ഛൻ അന്നേരം സാധനം എല്ലാം അച്ഛൻ്റെ കൊടുക്കുകയൊക്കെ ചെയ്യും. അവരെന്നെ വിളിച്ച് പറയും. എന്നെ അച്ഛൻ എപ്പോഴും വിളിക്കുകയും ചെയ്യും. മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ എന്നെ വിളിക്കുകയെല്ലാം ചെയ്തു. അന്നേരം വരുമ്പോൾ എല്ലാം എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അച്ഛനറിയല്ല എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ആശ്രയം പോയി. അവിടെ എൻ്റെ അച്ഛനെ ആൾക്കാർ കൂട്ടി അത്രയും ഞാൻ മുടക്കിയിട്ടും എൻ്റെ അച്ഛനെ ആൾക്കാർ വെച്ച് അടിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞ് ചേട്ടനും അനിയനും പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. ഞങ്ങൾ പറഞ്ഞു വിട്ടല്ല അവർ സ്വയമേ അടിക്കാൻ വന്നതാന്ന്. മരിച്ച സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ അടിക്കാൻ ശ്രമിച്ചു. ആരെ വെച്ച് അടിക്കാൻ ശ്രമിച്ചു? ഇവരുടെ ബന്ധക്കാർ തന്നെ. അവർ പറഞ്ഞല്ലോ പകുതിയായപ്പോൾ അവർ തന്നെ അങ്ങ് പൊക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ. മരണത്തിന് വന്നപ്പോൾ പകുതിയായപ്പോൾ അവരങ്ങ് പോയി. നിങ്ങൾ അടിക്കാൻ ചെന്നപ്പോഴല്ലേ അവർ പോയത്? മരണം കഴിഞ്ഞു എല്ലാ ഇതും കഴിഞ്ഞാണ് പോകുന്നത്. അവിടെ നിന്ന് എല്ലാ ഇതും കഴിഞ്ഞാണ് പോകുന്നത്. അതിൽ പകുതി ഇട്ടതൊന്നും പോയില്ല. അതിന്റെ ചെലവുകൾ മുക്കാലും ഞാനാണ് എൻ്റെ അച്ഛൻ. ഞാൻ അച്ഛൻ്റെ പൈസ കൊടുത്തിട്ട് അച്ഛൻ എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കണമെന്നും പറഞ്ഞിട്ടാണ് വന്ന് ബഹളം ഉണ്ടാക്കും. വലിയ വലിയ കുടിയൊന്നും അന്നൊന്നും ഞാൻ കുടിക്കുന്നത് കണ്ടപ്പോൾ ഈ ചേറിയുടെ ഇടയിലെ തൻ്റെ കയറ്റി വെക്കുകയുള്ളായിരുന്നു. അല്ലാതെ ഒന്നും കുഴപ്പമൊന്നുമില്ല. വീടി വലിയുണ്ട്. അത് ഒരേ കെട്ട് വീടി വാങ്ങിക്കും, കൊണ്ടുവരും, റൂമിലോട്ട് കൊണ്ടുപോകും, കുറേ വെള്ളവും എടുക്കും. അതും ഇരുന്ന് ഇങ്ങനെ വലിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് ആ റൂമിനകത്ത് ആരോടും മിണ്ടത്തും ഇല്ല, ഒന്നുമില്ല. ഇപ്പം ഇപ്പോഴൊക്കെ ഞാൻ വന്ന ശേഷമാണ് മനുഷ്യനുമായിട്ടൊന്ന് മിണ്ടുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത്. അന്നത് ഇങ്ങനായിരുന്നു സ്വഭാവം ഞാൻ വരുന്ന സമയത്ത്. എന്താ വേണ്ടത് ഇപ്പോൾ? എനിക്ക് ഇനി കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നെ മേഡം. എനിക്ക് മതിയായി ജീവിക്കാൻ താല്പര്യം ഉണ്ടല്ലോ. എനിക്കിനി വേണം.